ഇപ്പോൾ വരുന്ന വാർത്ത, US-ഇസ്രായേൽ ആക്രമണത്തിൽ ബന്ദർ അബ്ബാസിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവിക കമാൻഡർ അലി റേസ ടങ്സീരി കൊല്ലപ്പെട്ടതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലി മാധ്യമങ്ങൾ മാത്രമല്ല, പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇപ്പോൾ IRGC നാവിക കമാൻഡറുടെ മരണവാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ ഏറ്റവും മുൻപിൽ നിന്നിരുന്ന, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുത്തിരുന്ന ഉദ്യോഗസ്ഥനാണ് അലി റേസ ടങ്സീരി. ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാനോ ഇസ്രായേലി സൈന്യമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. US-ഇസ്രായേലി വധശ്രമങ്ങളെ അതിജീവിച്ച ചുരുക്കം ചില പ്രമുഖരിൽ ഒരാളായിരുന്നു അലി റേസ ടങ്സീരി. നാവിക കമാൻഡർ കൂടിയായിരുന്നു. മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നതും അലി റേസ ടങ്സീരിയായിരുന്നു. 2018 മുതൽ സേവനമനുഷ്ഠിക്കുന്ന വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഇറാന്റെ കമാൻഡർ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4ാം ആഴ്ചയിലേക്ക് കടക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും പുതിയ ഉയർന്ന ഇരയാണ് ഇപ്പോൾ അലി റേസ ടങ്സീരി. ഇറാന്റെ ശക്തമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗത്തെ നയിച്ച തലവനായിരുന്നു ടങ്സീരി. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ നടന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ ടങ്സീരി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 5 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തലായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നാവിക കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിന് മേൽനോട്ടം വഹിച്ചത് കമാൻഡർ ടങ്സീരിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തെക്കുറിച്ചും ഇതുവരെയായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ 4ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന യുദ്ധത്തിലെ ഇറാന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ നാശനഷ്ടമായിരിക്കും ഇപ്പോൾ ടങ്സീരിയുടെ മരണവും. ഇതുവരെ US-ഇസ്രായേൽ വധശ്രമങ്ങളിൽ നിന്ന് പല പ്രമുഖരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ പിന്നീടും മരണം തന്നെയായിരുന്നു അവസാനം സംഭവിച്ചിരുന്നത്. അത്തരത്തിൽ പല ആക്രമണങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു ടങ്സീരി. 2018 മുതൽ തന്നെ ഇറാന്റെ IRGC നാവിക കമാൻഡറായിട്ട് അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് യുദ്ധം വന്നത്. അപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശവും IRGC കമാൻഡറായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണവാതക വിതരണത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരുന്നു. പേർഷ്യൻ ഗൾഫിൽ നിന്നും തുറന്ന സമുദ്രത്തിലേക്ക് നയിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ ഇറാൻ പിടിമുറുക്കിയിരിക്കുന്നതിനാൽ അമേരിക്കയുമായും ഇസ്രായേലുമായും യുദ്ധശ്രമങ്ങളുമായി ബന്ധമുള്ളതായി കരുതുന്ന കപ്പലുകളെയൊക്കെ തന്നെ ഇറാൻ തടഞ്ഞു വരികയായിരുന്നു. എന്നാൽ തങ്ങളുടെ ശത്രുക്കളുടെ കപ്പലുകൾ ഒഴികെ മറ്റുള്ള കപ്പലുകളെല്ലാം തന്നെ ഇറാൻ ഹോർമുസ് വഴി കടത്തിവിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന നാവിക കമാൻഡർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഹോർമുസ് കടലിടുക്കിൽ ഇനി അവിടുത്തെ ഒരു ഭരണം കൈയാളാനായിട്ടുള്ള ശ്രമമായിരിക്കുമോ ട്രംപ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ലോകം ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിയിരിക്കുന്നത്. സമാധാന കാലത്ത് വ്യാപാരം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 20% തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ കൊലപാതകം സ്ഥിരീകരിച്ചാൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിന്, പ്രത്യേകിച്ച് തന്ത്രപരമായി നിർണായകമായ പേർഷ്യൻ ഗൾഫിലെ നാവിക പ്രവർത്തനങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടതുപോലെയുള്ള വലിയ നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. തെക്കൻ ഇറാനിലെ ബുഷേഹർ പ്രവിശ്യയിൽ ജനിച്ച അലി റേസ ടങ്സീരി ഇറാൻ-ഇറാഖ് യുദ്ധത്തിലും 1980കളിൽ ഇറാനുമായുള്ള അമേരിക്കയുടെ ആദ്യ സംഘർഷമായ ടാങ്കർ യുദ്ധങ്ങളിലും സേവനമനുഷ്ഠിച്ചതിന് ശേഷം IRGC നാവികസേനയിൽ വളരെ ഉയർന്ന പദവിയിലേക്ക് വന്നിട്ടുള്ള സൈനികനാണ്. ബന്ദർ അബ്ബാസിലെ IRGC നാവികസേനയുടെ 1ാം നാവിക ജില്ലയുടെ കമാൻഡറായ ടങ്സീരി 2010 മുതൽ 2018 വരെ ഡെപ്യൂട്ടി കമാൻഡറായി സേവനമനുഷ്ഠിച്ചിരുന്നു. തുടർന്നാണ് സേനയുടെ മേധാവിയായി ചുമതലയേറ്റത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം US-ഉം ഇസ്രായേലും ഇറാനിൽ ഏകോപിത സൈനിക ആക്രമണം നടത്തിയതിനു ശേഷം കൊല്ലപ്പെട്ട മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ടങ്സീരിയുടെ മരണവും കൂടി ഉൾപ്പെടുന്നു.
ഇറാനിലെ മുതിർന്ന സുപ്രീം നേതാവും മറ്റ് നിരവധി ഉന്നത വ്യക്തികളും റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർമാരും ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ തന്ത്രം മെനയാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഭരണ സംവിധാനം നിലനിർത്തിയിട്ടുണ്ട്. ആദ്യത്തേതും ഏറ്റവും പരിണത ഫലവുമായ നഷ്ടങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പേര് തന്നെയാണ് ഉൾപ്പെടുന്നത്. പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രീയ സൈനിക മേധാവികളുടെ ഒരു മുഴുവൻ വിഭാഗത്തിന്റെ മരണങ്ങൾ ഓരോന്നായി ഇറാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. മാർച്ച് 17-ന് ടെഹ്റാന്റെ പ്രാന്തപ്രദേശത്ത് നടന്ന ഇസ്രായേൽ ആക്രമണത്തിലായിരുന്നു മുതിർന്ന രാഷ്ട്രീയക്കാരനും ഇറാന്റെ സുരക്ഷാ മേധാവിയുമായ അലി ലാരിജാനി കൊല്ലപ്പെട്ടത്. ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ദിവസങ്ങൾക്ക് ശേഷമാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായിട്ട് അലി റസ ടങ്സീരിയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യുദ്ധകാല സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ പൂർണ്ണ മിസൈൽ ഉൽപാദന ശേഷി നിലനിർത്തിയെന്നും ദേശീയ ടെലിവിഷനുകളിൽ പ്രത്യക്ഷപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഓരോരോ തലവന്മാരെയും വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തന്നെ പിന്നീട് നിർദ്ദേശങ്ങൾ നൽകാനും സൈനിക തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും ഒരു തലവനില്ലാതാകുമ്പോൾ പിന്മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ മാസം ആദ്യം അന്തരിച്ച അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ കൊലപാതകവും ഭരണകക്ഷികൾക്ക് ഒരു വലിയ പ്രഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവ പരിചയം, ഇറാന്റെ വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, പുറം ലോകവുമായി ചർച്ചകൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ കഴിവുള്ളവരും പരിചയസമ്പന്നരുമായ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ ലാരിജാനിയുടെയും മറ്റു കൊല്ലപ്പെട്ട വ്യക്തികളുടെയും സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള കൂടുതൽ പ്രമുഖർ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ കർക്കശരായിരിക്കും. ഏതായാലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തന്നെ അടയ്ക്കാൻ മുൻകൈ എടുത്ത അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള അവിടുത്തെ നാവിക കമാൻഡറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്കയുടെ അധിനിവേശം ഉണ്ടാകുമോ, അമേരിക്ക അത് പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ ലോകത്തിനുള്ളത്.